അപ്പൊ ഇന്നലെ നീ എങ്ങനെ വീട്ടിൽ പോയി? ഇന്നലെ ലേറ്റ് ആയതുകൊണ്ട് അവനെ വീട്ടിൽ കൊണ്ടുവിട്ടു. അവൻ എന്ത് കെയറിംഗ് ആണെന്നറിയോ? എന്റെ പൊന്ന് ശിവകാമി, നീ ഇങ്ങനെ മണ്ടിയാവല്ലേ. ഇത് നിന്റെ സംശയമായിട്ടാ. നീ വേറെ ആരോടെങ്കിലും പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. ഒന്ന് പോയേ. അവൻ ഇന്നലെ രാത്രി മുഴുവൻ എന്നെ വീഡിയോ കോൾ ചെയ്തിരുന്നു, അറിയോ? അയ്യോ, സംശയം. നീ വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. ഇത് ടോക്സിസിറ്റി ആണ്. റെഡ് ഫ്ലാഗ്. റെഡ് ഒന്നല്ല, ഇത് കൂടിയ വലിയ എന്തോ കളറാണിത്. ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു. അതെന്തിന്? അവൻ പറഞ്ഞു വണ്ണൊക്കെ വെക്കുന്നുണ്ട്, അപ്പൊ രണ്ടുപേരും കൂടെ ജിമ്മിൽ പോകാം. ഇത് ബോഡി ഷേമിംഗ് ആണ്. ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, അൺപാർലമെന്ററി ആണ്. അയ്യോ, റെഡ് ഫ്ലാഗ്, ടോക്സിസിറ്റി. എങ്ങനെ പോകുന്നു സിംഗിൾ ലൈഫ് ഒക്കെ? ആക്ച്വലി ഞാനൊരു ക്യൂട്ട് ബോയ് ആയിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നെ ഡേറ്റിന് വിളിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ അങ്ങനെ ആയിരിക്കും, പിന്നെ പിന്നെ മാറും. ബ്ലാക്ക് ആവും, റെഡ് ആകും. പുറത്തേക്കൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നോക്കണ്ട, അവന്റെ ഉദ്ദേശം വേറെയാ. പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യും. നിങ്ങൾ ഇല്ലായിരുന്നു ഞാൻ പെട്ടുപോയേനെ. ஹலோ 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 கை ஜோல்சியம் பாக்குறீங்களா? பாவி பூதம் எல்லாம் சொல்லும். നോക്കണം, കൈ കഴുകിയിട്ടില്ലേ? നീ നോക്കും. இந்த பொண்ணு சிங்கிளா? കഴിവണം വെച്ചാനാ. இந்த பொண்ணுக்கு ஒரு ஃபேமிலி லைஃப் கிடைக்காது. അയ്യോ, അതെന്താ? அதுக்கு காரணம் 2 பையன்மார். അങ്ങനെ 2 പയ്യന്മാരില്ലല്ലോ, നിനക്കറിയോ? அந்த பசங்க உங்களுக்கு இடமும் பலவும் இருக்கு. ഇടത്തും വലത്തുപ്പാര ആരുമില്ലല്ലോ. ഇയാള് ഉടായിപ്പ. ഫ്രോഡ്. വിശ്വസിക്കല്ലേ? ബ്രേക്കപ്പ് ചെയ്യാളെ. ഇങ്ങനെ പലരും പലതും പറയും. വിശ്വസിക്കരുത്. വിശ്വസിക്കാൻ പറ്റുന്ന 2 പേരേ ഉള്ളൂ, ഞാനും ഇവൻ. ഇന്നെന്റെ വീട്ടിൽ പോയാലോ? വീട്ടിലാരുമില്ല. അല്ല, നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടിരിക്കും. വിശ്വസിക്കാം.